ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളൊരു പീരീഡ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിനെയാണ് ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് പ്രിപ്പയർഡ് prepared at the start of a period. ഒരു പീരീഡിന്റെ സ്റ്റാർട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെയാണ് ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റ് ഒരു പീരീഡ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നത് എത്ര യൂണിറ്റ്, ആദ്യം നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്നത് എത്ര യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എത്ര യൂണിറ്റ് ആണ് നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. 55,000 യൂണിറ്റ്സ് ആണ്. 55,000 യൂണിറ്റ്സ് ആണ് ഞാൻ ബഡ്ജറ്റ് ചെയ്ത പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. 55,000 യൂണിറ്റ്സ് ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്നു. അതിൽ ഞാൻ 50,000 സെൽ ചെയ്യുന്നു. ഓക്കെ, എന്റെ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ വരുന്നത് 55,000, എന്റെ ബഡ്ജറ്റഡ് സെയിൽസ് വരുന്നത് 50,000 യൂണിറ്റ്സ്. അപ്പൊ ഇത് രണ്ടും BU എന്ന് പറയാം. BU എന്ന് പറയുമ്പോൾ ബഡ്ജറ്റഡ് യൂണിറ്റ്സ്, രണ്ടും BU ആണ്. ബട്ട് അത് രണ്ടും ബഡ്ജറ്റഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് രണ്ടും സെയിം ആയിട്ടുള്ള ഒരു കാര്യമല്ല പറയുന്നത്. ആദ്യത്തെ BU എന്താണ്? ബഡ്ജറ്റഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു? 55,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ 50,000 യൂണിറ്റ്സ് ഞാൻ ആ പീരീഡിൽ സെല് ചെയ്യുന്നു. കാരണം അങ്ങനെ നോർമലി അങ്ങനെ തന്നെ ഉണ്ടാവാറ്. പ്രൊഡക്ഷനും സെയിൽസ് എപ്പോഴും ഒന്നും ആവണമെന്നില്ല. എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രയും യൂണിറ്റ്സിന് സെല് ചെയ്യണമെന്നില്ല. പിന്നെ ഞാൻ 55,000 പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ല 50,000 വെക്കുന്നു. ആ ഒരു 5,000 എന്ന് പറയുന്നത് ക്ലോസിംഗ് ഇൻവെന്ററി ആയിരിക്കും. ഓക്കെ, 5,000 യൂണിറ്റ്സ് ഉണ്ടല്ലോ, അത് ക്ലോസിംഗ് ഇൻവെന്ററി ആയിരിക്കും. ജസ്റ്റ് അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു പീരീഡിൽ, ആ പീരീഡിലേക്ക് ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, 55,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് 50,000 യൂണിറ്റ്സ് സെല് ചെയ്യുന്ന ആ ഒരു പീരീഡിലേക്കുള്ള ഒരു ബഡ്ജറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാണ്. ഫിക്സഡ് ബഡ്ജറ്റ് എന്നാണ് പറയാ. ആ ഫിക്സഡ് ബഡ്ജറ്റിലുള്ള ഓരോ ഫിഗേഴ്സും, റവന്യൂ എന്താണ്, ടോട്ടൽ റവന്യൂ എന്താണ്, ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് എന്താണ്, ടോട്ടൽ ലേബർ കോസ്റ്റ് എന്താണ്, ടോട്ടൽ വേരിയബിൾ ഓവർഹെഡ് എന്താണ്, ടോട്ടൽ ഫിക്സഡ് ഓവർഹെഡ് എന്താണ്, ഇതൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് റവന്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഈ ഒരു ബഡ്ജറ്റിലേക്കുള്ള, ഈ ഒരു ലെവലിലേക്കുള്ള റവന്യൂ എത്രയായിരിക്കും? സെയിൽസ് റവന്യൂ എത്രയായിരിക്കും? അപ്പൊ സെയിൽസ് റവന്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? എത്ര യൂണിറ്റ്സ് ആണ് വെക്കുന്നത്, അതിനാണ് നമുക്ക് റവന്യൂ കിട്ടുക. എത്ര യൂണിറ്റ്സ് ആണ് വെക്കുന്നത്? 50,000 യൂണിറ്റ്സ് ആണ് നമ്മൾ വെക്കുന്നത്. 50,000 യൂണിറ്റ്സ് ആണ് വെക്കുന്നത്. ഇത് ബഡ്ജറ്റ് ആണല്ലോ. ആക്ച്വലി എത്ര കിട്ടി എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. ഒരു പീരീഡിലേക്ക് ബഡ്ജറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ബഡ്ജറ്റ് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഇനീഷ്യലി നമുക്ക് തന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻസ് ഇല്ലേ, സ്റ്റാൻഡേർഡ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള സെല്ലിംഗ് പ്രൈസ്, ആ സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻസ്, പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റവന്യൂ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര യൂണിറ്റ്സ് ആണ്, സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ ബഡ്ജറ്റ് ചെയ്ത സെയിൽസ് യൂണിറ്റ് എന്താണോ അതേ ഇൻറ്റു എന്താണ് സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 100 ആണല്ലോ. SST 100 ആണല്ലോ. 100 വെച്ചാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 50,000 യൂണിറ്റ്സ് ഇൻറ്റു 100 എത്രയായിരിക്കും വരിക? 5 മില്യൺ വരും. ഓക്കെ, ഞാൻ ഇവിടെ ഒക്കെ തൗസൻഡ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുകയാണ്. ഒരുപാട് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തൗസൻഡ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയായിരിക്കും? 50,000 ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത് 5 മില്യൺ ആണ് വരുന്നത്. 5,000 എന്ന് എഴുതും. 5,000 ആണ് എൻ്റെ റവന്യൂ വരുന്നത്, പീരീഡിലേക്കുള്ള എൻ്റെ റവന്യൂ. ഞാൻ എൻ്റെ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത്, എനിക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ റവന്യൂ മാത്രം പോരാ, എനിക്ക് എന്തൊക്കെ കോസ്റ്റ്, നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്യണ്ടേ? പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കോസ്റ്റുകൾ വരും എന്നുള്ളത് ഞാൻ അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇനി ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എഴുതാൻ വേണ്ടി പോവാണ്. എനിക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര യൂണിറ്റ്സിലേക്കാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരിക? 50,000 യൂണിറ്റ്സിലേക്കാണോ പ്രൊഡക്ഷൻ കോസ്റ്റ് വരിക? ഞാൻ സെല് ചെയ്യുന്നത് 50,000 യൂണിറ്റ്സ് ആണ്. ബട്ട് ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്നത് എത്രയാ? 55,000 യൂണിറ്റ്സ് ആണ് ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ 55,000 യൂണിറ്റ്സിലേക്കാണ് എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻകർ ആവുക. ഇത്ര യൂണിറ്റ്സിലേക്കുള്ള ചെലവ് എനിക്ക് ഇൻകർ ആവും. അപ്പൊ 55,000 യൂണിറ്റ്സിലേക്കുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ എല്ലാം നമ്മൾ എഴുതുന്ന സമയത്ത് 55,000 യൂണിറ്റ്സിലേക്ക് ആയിരിക്കും ആ കോസ്റ്റ് ഇൻകർ ആവുന്നത്. പിന്നെ ഒരു ക്ലോസിംഗ് ഇൻവെന്ററി 5,000 വരുന്നല്ലേ, അത് കുറയ്ക്കുമ്പോൾ ആ 55,000 യൂണിറ്റ്സിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നിന്ന് 5,000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് നമ്മൾ സെല് ചെയ്ത 50,000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് ഉണ്ട്. അതാണ് നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിട്ട് എഴുതാം, കാണിച്ചത്. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മൾ മെറ്റീരിയൽസ് എഴുതുന്ന സമയത്ത് മെറ്റീരിയലിന്റെ കോസ്റ്റ് എത്രയാണ്, മെറ്റീരിയലിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് എഴുതുമ്പോൾ എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്?
55,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്ലൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് നോക്കുക. നമ്മുടെ പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് എത്രയാണ് നമ്മുടെ മെറ്റീരിയൽസ് വരുന്നത്? മെറ്റീരിയൽ കോസ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു യൂണിറ്റിന് 2 കിലോഗ്രാം ആണ്. ഒരു യൂണിറ്റിന് 2 കിലോഗ്രാം ആണ് മെറ്റീരിയൽ. ആ 1 കിലോഗ്രാമിന് സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള പ്രൈസ് എത്രയാ? 20. 2 × 20 ഒരു യൂണിറ്റിന് എത്രയാ? 40 ആണല്ലോ. ഒരു യൂണിറ്റിന് 40 ആണ്. അപ്പൊ 55,000 യൂണിറ്റ്സ് ആണല്ലോ പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ 40 ആണ് മെറ്റീരിയൽ കോസ്റ്റ്. അങ്ങനെ 55,000 യൂണിറ്റ്സിന് എത്രയാകും? 55,000 × 40 മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള മെറ്റീരിയൽ കോസ്റ്റ് 40 × 55,000 യൂണിറ്റ്സിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് നമ്മൾ കാണുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റിലുള്ള മെറ്റീരിയൽ കോസ്റ്റ് ആണ് കാണുന്നത്. അപ്പൊ 55,000 × 40 വരും. ദാറ്റ് ഈസ് 2.2 മില്യൺ. അത് നമ്മൾ തൗസൻഡ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുമ്പോൾ 2,200 ആണ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. 2,200 ആണ്. ഇതുപോലെ നമ്മൾ ലേബർ കോസ്റ്റ് പറയുമ്പോൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന? 55,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള ലേബർ കോസ്റ്റ് എത്ര? ഓക്കെ, അതും സെയിം വേല നമ്മൾ എഴുതുമ്പോൾ 55,000 യൂണിറ്റ്സിന്റെ ലേബർ കോസ്റ്റ്, ഒരു യൂണിറ്റിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ലേബർ കോസ്റ്റ് എത്രയാ? ഒരു യൂണിറ്റിന് 1.5 മണിക്കൂർ SH per യൂണിറ്റ് ഇൻറ്റു SR, അതായത് സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഹവർലി റേറ്റ് 2 × 1.5 എത്ര? $3 ആണ് ഒരു യൂണിറ്റിന്റെ ലേബർ കോസ്റ്റ്. അങ്ങനെ നമ്മൾ 55,000 യൂണിറ്റ്സിന്റെ ലേബർ കോസ്റ്റ് ആണ് കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? 55,000 × 3 എത്ര വരും? 55,000 multiplied by 3, that is 165,000. 165,000 വരും. ദാറ്റ് ഈസ് ലേബർ കോസ്റ്റ്. ഇതുപോലെ നമ്മൾ വേരിയബിൾ ഓവർഹെഡ്സ് ബഡ്ജറ്റ് ചെയ്യുമ്പോൾ വേരിയബിൾ ഓവർഹെഡ്സും എത്രയിലേക്ക്? 55,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള വേരിയബിൾ ഓവർഹെഡ്. ആ വേരിയബിൾ ഓവർഹെഡും പറഞ്ഞിട്ടുള്ളത് ഒരു മണിക്കൂറിന് 6 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് റേറ്റ്, അത് ഒരു യൂണിറ്റിന് വരില്ല. 6 for 1 hour, 1 hour 6, അതേ ഇൻറ്റു 1.5 hours, അതായത് 9 ആണ് വരുന്നത് ഒരു യൂണിറ്റിന്റെ വേരിയബിൾ ഓവർഹെഡ്. അങ്ങനെ 55,000 യൂണിറ്റ്സിന്റെ വേരിയബിൾ ഓവർഹെഡ് വരുമ്പോൾ ഇൻറ്റു 9 എത്ര വരും? 55,000 multiplied by 9, 495,000 വരും. 495,000 വരും. ഫിക്സ്ഡ് ഓവർഹെഡ്സ് അതുപോലെ നോക്കുന്ന സമയത്ത് ഫിക്സ്ഡ് ഓവർഹെഡ്സും 55,000 യൂണിറ്റ്സിലേക്ക് എത്ര ഫിക്സ്ഡ് ഓവർഹെഡിന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാ പറയുന്നത്? ഫിക്സ്ഡ് ഓവർഹെഡിന്റെ സ്റ്റാൻഡേർഡ് പറയുന്നത് ഒരു യൂണിറ്റിന് 15. അങ്ങനെ 15 × 55,000 എത്ര വരും? 825,000. അല്ല, അപ്പൊ ഒരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ വരേണ്ടതാണ്. മറ്റതൊക്കെ ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റ് ആയാലും ലേബർ കോസ്റ്റ് ആയാലും വേരിയബിൾ ഓവർഹെഡ് ആയാലും ഒരു യൂണിറ്റിന് എത്ര ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്യുന്ന ഓക്കെയാണ്. കാരണം അതൊക്കെ വേരിയബിൾ നേച്ചർ ആണ്, വേരിയബിൾ കോസ്റ്റ് ആണ്, പ്രൊഡക്ഷൻ ചെയ്യുന്നതിനനുസരിച്ച് ഇൻകർ ആവുന്ന കോസ്റ്റ്. ബട്ട് ഫിക്സഡ് കോസ്റ്റ് അങ്ങനെയാണ് വരുന്നത്. ഈ ഫിക്സഡ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എഴുതിയില്ലേ, അത് അങ്ങനെ ഇൻകർ ആവുന്ന കോസ്റ്റ് ആണോ? അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 15, 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 15 + 15 30 അങ്ങനെ ഇൻകർ ആവുന്നതാണോ? അങ്ങനെ ഇൻകർ ആവുന്ന ഒരു കോസ്റ്റ് അല്ല. ഇതൊരു ഫിക്സഡ് കോസ്റ്റ് ആണ്. ആ പീരീഡിലേക്ക് ഈ കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഒരിക്കലും ഇത് ഇൻകർ ആവുന്ന എങ്ങനെയല്ല 15 വെച്ചിട്ട് ഓരോ യൂണിറ്റ്സിലേക്ക് ഇൻകർ ആവുന്നില്ല. ആ ഒരു പീരീഡിലേക്ക്, ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഒരു പീരീഡിലേക്കുള്ള ഫിക്സഡ് ഓവർഹെഡ് എത്രയാ? ബഡ്ജറ്റ് ചെയ്ത ഫിക്സഡ് ഓവർഹെഡ് എത്രയാ? 825,000 ആണ്. ആ ഒരു പീരീഡിലേക്ക് നമ്മൾ ബഡ്ജറ്റ് ചെയ്ത ഫിക്സഡ് ഓവർഹെഡ് എത്രയാ? 825,000 ആണ്. ആ 825,000 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 55,000 ആണല്ലോ നമ്മുടെ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ. അതിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് ഒരു യൂണിറ്റിന് എത്ര കിട്ടിയത്? ആ സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ ഒരു യൂണിറ്റിന് 15 എന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലേ? ആ 15 എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് എങ്ങനെയാ? അത് കിട്ടിയിട്ടുള്ളത് ഈ 825, ആ ഒരു പീരീഡിന്റെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? ഫിക്സഡ് ഓവർഹെഡ് 825,000 ആണ്. അത് 55,000 യൂണിറ്റ്സിലേക്ക് നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് ഒരു യൂണിറ്റിലേക്ക് എത്രയാണ്? 15 എന്ന് പറഞ്ഞിട്ടുള്ള രീതി കിട്ടിയതാണ്. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും അതൊരു വേരിയബിൾ കോസ്റ്റ് ആണെന്നൊന്നും കൺഫ്യൂഷൻ ആവരുത്. ഇതൊരു ഫിക്സഡ് കോസ്റ്റ് തന്നെയാണ്, ഫിക്സഡ് ഓവർഹെഡ് തന്നെയാണ്. ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ കോസ്റ്റുകളൊക്കെ, ഇത് റവന്യൂ. അത് 50,000 യൂണിറ്റ്സ്, 50,000 യൂണിറ്റ്സിലേക്കാണ് റവന്യൂ വന്നത്. ബട്ട് കോസ്റ്റ് എല്ലാം എഴുതി, മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് എല്ലാം കൂടെ എഴുതിയത് 2,200 പ്ലസ് 165 ലേബർ കോസ്റ്റ് പ്ലസ് 495 വേരിയബിൾ ഓവർഹെഡ് പ്ലസ് 825 ഫിക്സഡ് ഓവർഹെഡ് എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്രയാ? 3685 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയില്ലേ? ഈ 3685 എന്ന് പറയുന്നത് 55,000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് ആണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. 55,000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് ആണ്. അപ്പൊ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. 10,000 യൂണിറ്റ്സിന്റെ റവന്യൂ 55,000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നില്ല. ആ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് കുറക്കേണ്ടത്.
സെല് ചെയ്ത യൂണിറ്റ്സിന്റെ കോസ്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ സെല് ചെയ്ത യൂണിറ്റ്സിന്റെ കോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെല് ചെയ്യാത്തൊരു 5000 യൂണിറ്റ്സ് ഉണ്ടല്ലോ, ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് മൈനസ് ചെയ്യണം. ക്ലോസിംഗ് ഇൻവെന്ററിയുടെ കോസ്റ്റ് എന്ത് ചെയ്യണം? അതൊന്ന് മൈനസ് ചെയ്യണം. ക്ലോസിംഗ് ഇൻവെന്ററി എത്ര യൂണിറ്റ്സ് ആണ് നമുക്കറിയാം. 55000 പ്രൊഡ്യൂസ് ചെയ്തു, 50000 സെല് ചെയ്തു. ആ 5000 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് ഇൻവെന്ററി. ആ 5000 യൂണിറ്റ്സ് അതിന്റെ കോസ്റ്റ് 5000 കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഈ 5000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് എന്താ? ക്ലോസിംഗ് ഇൻവെന്ററി 5000 സ്പ്ലിറ്റ് ആണല്ലോ, 5000 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് ഇൻവെന്ററി വരുന്നത്. അതിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻവെന്ററി നമ്മൾ എങ്ങനെ വാല്യൂ ചെയ്യാം അറിയാം നിങ്ങൾക്ക്. ഇൻവെന്ററി ഈസ് വാല്യൂഡ് അറ്റ് ഇറ്റ്സ് കോസ്റ്റ്. ഇൻവെന്ററി അതിന്റെ കോസ്റ്റിലാണ് നമ്മൾ വാല്യൂ ചെയ്യാം. ഓക്കെ, 5000 യൂണിറ്റ് സ്ക്വിഡ്ജെറ്റ് എന്നാണല്ലോ. ഒരു സ്ക്വിഡ്ജെറ്റിന്റെ കോസ്റ്റ് എത്രയാ? ഒരു സ്ക്വിഡ്ജെറ്റിന്റെ കോസ്റ്റ് ആണ് ഇത് 67. ഒരു സ്ക്വിഡ്ജെറ്റിന്റെ കോസ്റ്റ് ആണ് 67. അങ്ങനെയുള്ള 5000 സ്ക്വിഡ്ജെറ്റ് ആണ് ഇൻവെന്ററിയിൽ ഉള്ളത്. അപ്പൊ 5000 സ്ക്വിഡ്ജെറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടല്ലോ 67. ഒരു യൂണിറ്റിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് 67 ആണല്ലോ. ആ 67 മൾട്ടിപ്ലൈഡ് ബൈ 5000 ചെയ്യാം. ഒരു യൂണിറ്റിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ്. ആ 67 ഇൻറ്റു 5000 ചെയ്യാം. അപ്പൊ എത്ര വരും? 5000 ഇൻറ്റു 67, ദാറ്റ് ഈസ് 335,000. അതാണ് ക്ലോസിംഗ് ഇൻവെന്ററി വരുന്നത്. ഇൻവെന്ററിയുടെ വാല്യൂഷൻ 5000 യൂണിറ്റ്സിന്റെ വാല്യൂഷൻ വരുന്നത് 335,000 ആണ്. അത് നമ്മൾ കുറയ്ക്കണം, 335,000 കുറയ്ക്കണം. കാരണം നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് വേണ്ടത്. 5000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് ആണ് വേണ്ടത്. 5000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് ആണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എടുത്തു. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 3685 എന്ന് പറയുമ്പോൾ 55000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് ആണ്. ആ 55000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് നിന്ന് 5000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് കുറയ്ക്കുക. 3685 55000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് നിന്ന് ക്ലോസിംഗ് ഇൻവെന്ററി കുറയ്ക്കണം, 335 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3350 കിട്ടിയില്ലേ? ആ 3350 ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് വരുന്നത്. ഓക്കെ, നമ്മൾ സെല് ചെയ്ത യൂണിറ്റ്സ് 50000 യൂണിറ്റ്സിന്റെ റവന്യൂവിൽ നിന്നും 50000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് ആണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. എത്രയാണ് നമ്മുടെ ആ പീരീഡിലെ ബഡ്ജറ്റഡ് പ്രോഫിറ്റ്? നമ്മുടെ ബഡ്ജറ്റഡ് പ്രോഫിറ്റ് എത്രയാ? സെയിൽസ് മൈനസ് പ്രൊഡക്ഷൻ കോസ്റ്റ് എല്ലാം നമ്മൾ തീരും. കോസ്റ്റ് ഓഫ് സെയിൽസ്, പ്രൊഡക്ഷൻ കോസ്റ്റ് നിന്ന് ക്ലോസിംഗ് ഇൻവെന്ററി കുറച്ചിട്ടുള്ള 3350 കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് കുറയ്ക്കേണ്ടത്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ്, ദാറ്റ് ഇസ് 1650. ദാറ്റ് ഈസ് ദ ബഡ്ജറ്റഡ് പ്രോഫിറ്റ്. ഓക്കെ, ഇതാണ് ആ ഒരു പീരീഡിലേക്കുള്ള ഫിക്സഡ് ബഡ്ജറ്റ് എന്നാണ് പറയുക. ആ ഒരു പീരീഡ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിക്സഡ് ബഡ്ജറ്റ് ആണത്. ആ ഒരു പീരീഡ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിക്സഡ് ബഡ്ജറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മൾ ആ ഒരു പീരീഡിലേക്ക് ആ ഒരു പീരീഡ് തുടങ്ങുന്നതിന് മുന്നേ പ്രിപ്പയർ ചെയ്യുന്ന ഫിക്സഡ് ബഡ്ജറ്റ്. ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്നത്. ബട്ട് ആ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ആക്ച്വലിലേക്ക് എത്തുന്ന സമയത്ത് പല ഡിഫറൻസസും വരും. അപ്പൊ ആ ഡിഫറൻസസിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ആക്ച്വൽ റിസൾട്ടുകളെ കുറിച്ച് പഠിക്കാം. നമുക്ക് ആക്ച്വൽ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്, കുറച്ച് ആക്ച്വൽ റിസൾട്ട് എഴുതാനുള്ള കുറച്ച് ഇൻഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്, ആക്ച്വലി എത്ര യൂണിറ്റ്സ് ആണ് വിറ്റത്, ആക്ച്വലി സെല്ലിംഗ് പ്രൈസ് എത്രയാണോ ഉള്ളത്, ഇതൊക്കെ നമ്മൾ ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര സെല്ലിംഗ് പ്രൈസ്, സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര മെറ്റീരിയൽ കോസ്റ്റ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബട്ട് അതിലേക്ക് ആക്ച്വലി വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരും, അതിന്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. ഇതൊക്കെ ഇപ്പൊ ആക്ച്വൽ ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് ആക്ച്വൽ റിസൾട്ടുകൾ എഴുതിയിട്ട് വേരിയൻസ് അനാലിസിസിലേക്ക്, സിമ്പിൾ വേരിയൻസ് അനാലിസിസിലേക്കൊക്കെ കടക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ ഫിക്സഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആക്ച്വൽ റിസൾട്ടിലേക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പ്രോപ്പറായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ കൺഫ്യൂഷൻസോ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ റെക്കോർഡിങ്സ് ആയിരിക്കും കാണുന്ന, റെക്കോർഡിങ്സ് ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ റീവാച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാം. ഇത് കഴിഞ്ഞിട്ട് ക്വിക്ലി എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം.